അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളെ സ്മരിക്കുന്ന മാസമാണ് ജമാദുൽ ഊല. ഒരുപാട് കറാമത്തിൻ്റെ ഉടമയാണ്. ഒരുപാട് സാന്ത്വന സേവന പ്രവർത്തനങ്ങളുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുകയും ഒരുപാട് ആളുകൾക്ക് ഹിദായത്തിൻ്റെ സന്മാർഗത്തിൻ്റെ പാത കാണിച്ചു കൊടുക്കുകയും നന്മയിലേക്ക് ക്ഷണിക്കുകയും തിന്മയെ വിരോധിക്കുകയും ചെയ്ത ആളായിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മഹാനവറുകൾക്ക് വലിയ ഹോബിയായിരുന്നു പാവങ്ങളെ സഹായിക്കുക, രോഗിയെ സംരക്ഷിക്കുക, രോഗികൾക്ക് ആശ്വാസം നൽകുക, പാവപ്പെട്ടവർക്ക് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യുക എന്നുള്ളത്. തൻ്റെ അനുചരന്മാരെയും കൂട്ടി കാട്ടിലേക്ക് പോയി നാട്ടിലേക്ക് വിറകുകെട്ടുകൾ കൊണ്ടുവന്നുകൊണ്ട് അത് ഓരോ ഓഹരിയായി വിഹിതിച്ചുകൊണ്ട് പാവപ്പെട്ട ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാർ അവരുടെ സ്വഭാവമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സഹജീവികളോട് അതിരറ്റം സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു ഷെയ്ഖ് റിഫായി റളിയല്ലാഹു അൻഹു. തൻ്റെ സേവനം എന്ത് വെച്ചാൽ, മഹാനവറുകൾ ഒരു ദിവസം മഹാനവറുകളുടെ മുമ്പിലൂടെ വ്രണം പിടിച്ച് വളരെ ശുഷ്കിച്ചുകൊണ്ട് കടന്നു പോകുന്ന ഒരു പട്ടിയെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. വ്രണം പിടിച്ചുകൊണ്ട് ഈച്ച പൊതിഞ്ഞുകൊണ്ട് പ്രാണികളൊക്കെ പൊതിഞ്ഞു കഷ്ടപ്പെട്ട് അവിടെ നിന്ന് ഓടി നടക്കുന്ന പട്ടിയെ അദ്ദേഹത്തിന് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വല്ലാതെ വേവലാതിയായിപ്പോയി. അദ്ദേഹം ആ പട്ടിയെ തൊടാത്ത രൂപത്തിൽ അവിടെ നിന്ന് കൊണ്ടുപോവുകയും കാട്ടിൽ കൊണ്ടുപോയി ഒരുപാട് ദിവസം അതിന് ചികിത്സ നൽകിക്കൊണ്ട് സുഖമായതിന് ശേഷം നാട്ടിൽ കൊണ്ടുവന്ന് വിടുകയാണ് ചെയ്തത്. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിച്ചു, അല്ല ഷെയ്ഖ് അവറുകളെ, ഈ ഒരു വിലയും നിലയുമില്ലാത്ത പട്ടിയെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കണക്കിലെടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങൾ പറഞ്ഞ ഒരു മറുപടിയുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ മുമ്പിൽ എന്നെ ഹാജരാക്കുകയും അള്ളാഹു എന്നോട് ചോദിച്ചു, ഈ പട്ടിക്ക് കൊടുക്കാൻ നിൻ്റെ അടുത്ത് ഒരു കാരുണ്യം ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ എന്ത് മറുപടി പറയുമെന്ന് വ്യാകുലപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പട്ടിയെ ഇങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കിയത് എന്ന് ഷെയ്ഖ് റിഫായി റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ഷെയ്ഖ് റിഫായിയുടെ കാരുണ്യം വല്ലാത്ത കാരുണ്യമായിരുന്നു. അതുപോലെ തന്നെ വൃദ്ധന്മാരോട് വല്ലാതെ സ്നേഹമായിരുന്നു. മുത്തുനബിയുടെ ഹദീസ് എപ്പോഴും അനുചരന്മാർക്ക് അദ്ദേഹം ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഇടയിലൊക്കെ ഒരുപാട് വൃദ്ധന്മാരായ വയസ്സന്മാരായ ആളുകളുണ്ട്. അവരെയൊക്കെ സംരക്ഷിക്കുക, അവരെ ബഹുമാനിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരാൾ വയസ്സായ സമയത്ത് ഒരു വയസ്സുള്ള മനുഷ്യനെ ബഹുമാനിച്ചാൽ ഇയാൾ വയസ്സാകുന്ന സമയത്ത് അവനെ ബഹുമാനിക്കാനും ആദരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ സജ്ജരാക്കുമെന്ന് എന്നുള്ള ഹദീസ് മഹാനവറുകൾ അനുചരന്മാർക്ക് നിത്യവും ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ചരിത്ര കിതാബുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് റിഫായിയുടെ ഓർമ്മ പുതുക്കുന്ന ഈ അസുലഭ നിമിഷത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ ഔലിയാക്കളെ സ്നേഹിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.